ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രവിയേട്ടൻ്റെ ആൻറ്റിപ്ലാസ്റ്റിക് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റിയ സമയത്ത് നമ്മുടെ രേവതി ആശുപത്രിക്ക് പാഞ്ഞു വരികയാണ്. രവിയേട്ടൻ്റെ കൂട്ടുകാരനെ കണ്ട വശം തന്നെ രേവതി പറയാണ്, അച്ഛനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ പറയണേ രവിയുടെ ആൻറ്റിപ്ലാസ്റ്റിക് കഴിഞ്ഞു എന്ന് പറയുന്നത്. എൻ്റെ അച്ഛനെ എനിക്കൊന്ന് കാണണമെന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ പറയുന്നത്, അയ്യോ മോളെ ചന്ദ്രമതിയും സുധിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമെന്ന് പറയുമ്പോൾ രേവതി രണ്ട് കൈയും കൂപ്പി കരഞ്ഞുകൊണ്ട് പറയുന്നത്, ദയവ് ചെയ്തിട്ട് എൻ്റെ അച്ഛനെ ഒന്ന് കാണിക്കാൻ സഹായിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ആ കൂട്ടുകാരൻ പറയുന്നു, മോളെന്തായാലും പോയിട്ട് കണ്ടോ, ചന്ദ്രമതിയും സുധിയും വരികയാണെങ്കിൽ ഞാൻ മോളെ വിളിക്കാം, അപ്പോൾ മോള് പുറത്തേക്ക് വന്നാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ആ കൂട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് രേവതി ആവട്ടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് റൂമിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അങ്ങനെ രവിയേട്ടൻ്റെ കയ്യിൽ പൂജിച്ച ചരട് രേവതി കെട്ടുകയാണ് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ചന്ദ്രമതിയും സുധിയും അങ്ങോട്ട് വരുന്നത്. അപ്പം തന്നെ കൂട്ടുകാരൻ കോൾ ചെയ്തിട്ട് പറയാണ്, രേവതി ചന്ദ്രയും സുധിയും വരുന്നുണ്ട്, നീ പുറത്തേക്ക് വന്നോന്ന് പറയുന്നു. രേവതി വേഗം അച്ഛൻ്റെ കയ്യിൽ ആ ചരടൊക്കെ കെട്ടിയിട്ട് പുറത്തേക്ക് വരികയാണ്. ചന്ദ്രമതി സുധിയും രേവതിനെ കാണുന്നുണ്ട് കേട്ടോ.